Hi, Namaste, welcome back to my channel Vintrader. Perfect entry, exit, reversal, correct ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ വിൻട്രയുടെ ടെക്നിക്കൽ അനാലിസിസിലൂടെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ട്രേഡ് എങ്ങനെ എടുക്കണം സോഫ്റ്റ്വെയറിനെ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി എക്സാമ്പിളാണ്. ഇന്നത്തെ നിഫ്റ്റിയാണ് മാർക്കറ്റ് രാവിലെ മോർണിംഗിൽ കുറച്ച് ബൈ പോയിട്ട് തിരിച്ചിറങ്ങി. നല്ലൊരു ഇറക്കം സംഭവിച്ചില്ല, തിരിച്ച് മാർക്കറ്റ് കയറുക തന്നെ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച ശേഷം പിന്നെയും മാർക്കറ്റ് ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ 3 മണിക്ക് ശേഷം പിന്നെ ഇറങ്ങി. അപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് എവിടുന്ന് എൻട്രി എക്സിറ്റും സോഫ്റ്റ്വെയർ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബെല്ല് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബെല്ലിൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ബൈ പോകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണിത്. കഴിഞ്ഞ ആഴ്ച നല്ല ബൈ ട്രെൻഡാണ്. അപ്പം നമുക്ക് ഒരാഴ്ചയോളം ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് നല്ല 15 പോയിന്റോളം മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. 277 ബൈ വന്നിട്ട് ഇപ്പം 92 ആണ്. നല്ലൊരു ഹൈക്ക് പോയ സ്റ്റോക്കാണ് ഈ ബെല്ലിൻ്റെ. അപ്പം 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇൻട്രാഡേ മാർക്കറ്റിലെ സ്വിങ്, സ്കാൽപ്പിംഗ്, അങ്ങനെ എല്ലാ പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ ടാറ്റ കെമിക്കൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ ട്രേഡ് പോയിട്ടുണ്ട്. DLF നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ബൈ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സെല്ല് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് സെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2.58 വന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. കൺഫേം ആയിരുന്നു, കാരണം ക്യാൻഡിലും ഗ്രീനും ക്യാൻഡിൽ റെഡും താഴെ റെഡ് വന്ന് സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി ആണ്. ഇവിടെയൊക്കെ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാം. 3 ടാർഗറ്റിന് പെട്ടെന്ന് അടിക്കാവുന്ന സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്ന സമയത്ത് ഇവിടെ റെഡ് ആയിരുന്നു, താഴെ റെഡ് ഓൾറെഡി ഉണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ഈ 3ാമത്തെ ക്യാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ബൈയും അതുപോലെ തന്നെയായിരുന്നു. ക്യാൻഡിലും ഗ്രീനായി, താഴെയും ഗ്രീൻ വന്ന് ബൈ സോണും വന്ന് റെസിസ്റ്റൻസ് അടിച്ച് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 914 മാർക്കറ്റ് കയറി 924 10 പോയിന്റോളം രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ടാറ്റ കെമിക്കൽസിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസിലും ഇതേപോലെ തന്നെയാണ്. രാവിലെ നമുക്ക് ബൈസിക്കിൾ വന്ന ശേഷം സിഗ്നൽ കൺഫേം ആയ റെസിസ്റ്റൻസും കട്ട് ചെയ്ത് 3ാമത്തെ ക്യാൻഡിൽ നമ്മൾ അവിടെ എടുത്ത് നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈക്ക് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് ടാറ്റ കെമിക്കൽസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ബൈ ട്രേഡ് ആയിരുന്ന റെസിസ്റ്റൻസ് ആ പ്രോപ്പർ ബ്രേക്ക് ഔട്ടായിട്ട് കറക്റ്റ് പൊസിഷനിൽ തന്നെ ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ വെള്ള ക്യാൻഡിൽ അവിടെ സൈഡ് വേസും കാണിച്ചിട്ടുണ്ട്, എക്സിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീൻ റെഡും അല്ലാത്ത എക്സ്ട്രാ കളേഴ്സ് വരുന്നത് സൈഡ് വേസ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഫ്രഷേഴ്സിനെ കുറച്ചുകൂടി ഈസി ആയിട്ടത് കാരണം നമുക്ക് മനസ്സിലാക്കി നല്ലൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. എവിടുന്ന് എക്സിറ്റ് ചെയ്യണം, അതേപോലെ സെല്ലുണ്ടെങ്കിൽ ഇപ്പം റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ള സെല്ലൊക്കെയാണ് അവിടെ പെട്ടെന്ന് സിഗ്നൽ തരാതെ കൺഫർമേഷൻ തരാതെ നിൽക്കുകയും ചെയ്യും. അപ്പം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നമ്മുടെ ഈ സ്ട്രാറ്റജിയിലൂടെ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ അതേപോലെ നിഫ്റ്റി അതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ബൈ വന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയി രാവിലെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി 25,929 കയറി മാർക്കറ്റ് 981 വരെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ബൈ ട്രേഡ് പോയി അവിടുന്ന് ഒരു റെഡ് സെല്ല് ഇറങ്ങി സെൽ സിഗ്നൽ തരാതെ തിരിച്ച് ബൈ തന്നെയാണ് തന്നത്. ബൈ പിന്നെ റെസിസ്റ്റൻസ് അടിച്ച് കയറുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണ് കുറച്ച് മുമ്പ് സെല്ല് വന്നത്. അത് കൺഫേം ആണ്. സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് താഴ്ത്തിറങ്ങും. അപ്പോൾ അത് നമുക്ക് സപ്പോർട്ട് എടുക്കുന്ന പോർഷനിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. സിമ്പിൾ മെത്തേഡാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇതൊക്കെ ലൈവിലൂടെ കാണിച്ചു തരും. അപ്പം സിഗ്നൽസ് വന്നാൽ അപ്പം തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഡീറ്റെയിൽസ് തരും. ടാർഗറ്റ് അടിച്ചാൽ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തരും. ഇപ്പോൾ റീ എൻട്രി തന്നതിൻ്റെ DLF എന്ന് പറഞ്ഞ റീ എൻട്രി ആണ് കാണിച്ചത്. അതായത് DLFൽ നമുക്ക് റീ എൻട്രി തന്നിട്ടുണ്ട് ഇപ്പോൾ എടുക്കാനായിട്ട്. ഇവിടെ സെല്ല് വന്നിപ്പം 3 ടാർഗറ്റ് അടിച്ച് ഇപ്പോൾ 2ാമത് എൻട്രി എടുക്കാൻ പിന്നെയും പറയുന്നു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ തന്നത്. അപ്പോൾ നമ്മളൊരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് നോക്കിയില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കറക്റ്റ് ഇൻഡിഫിക്കേഷൻ ആയിട്ട് അലേർട്ട് മെസ്സേജ് വരെ ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.